ഈ കാലഘട്ടത്തിൽ പകുതിയിലധികം യുവാക്കൾക്കും കൃത്യമായ രാഷ്ട്രീയമില്ലെന്നാണ് ഡിവൈഎഫ്ഐയുടെ കാഴ്ചപ്പാട്. ആ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട യുവത്വത്തെ സംഘടനയിലേക്ക് അടുപ്പിക്കാൻ അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് ഡിവൈഎഫ്ഐ. നേതാക്കളുടെ ഭാഷയിലും പ്രവൃത്തിയിലും വേഷത്തിലും മാറ്റം വരുത്താൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. യുവാക്കളുമായി കൂടുതൽ അടുക്കാൻ അവർക്ക് കൂടി മനസ്സിലാവുന്ന നാടൻ ഭാഷയിൽ സംസാരിക്കുമെന്ന് ദേശീയ പ്രസിഡന്റ് എം.ബി. രാജേഷ് പറഞ്ഞു. ഒരു അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട യുവത്വത്തെ സംഘടിപ്പിക്കുക, രാഷ്ട്രീയവൽക്കരിക്കുക എന്നത് അനായാസമായിട്ട് ചെയ്യാവുന്ന ഒന്നല്ല. അവരിലേക്ക് എത്താവുന്ന മാർഗങ്ങൾ, അവരുമായിട്ട് കണക്ട് ചെയ്യാവുന്ന സങ്കേതങ്ങൾ, അതിന് പറ്റുന്ന ഭാഷ, സംവേദന മാധ്യമങ്ങൾ, ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതെല്ലാം കുറച്ചുകൂടി വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കാണുന്നു. അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ചെറുപ്പക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷ ചിലപ്പോൾ നമുക്ക് വളരെ സാധാരണമായിട്ട് തോന്നുന്ന ഭാഷയായിരിക്കും, നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള പദങ്ങളായിരിക്കും. ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് ഞങ്ങളുടെ ഒരു ഡിസ്കോഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ, പദങ്ങൾ, പ്രയോഗങ്ങൾ ഞങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് പുറത്തുള്ള ചെറുപ്പക്കാർക്ക് വളരെ അപരിചിതമായിട്ടും അത് തോന്നാം. ഡിവൈഎഫ്ഐയിൽ യുവതീ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ 20% സംവരണം ഏർപ്പെടുത്തും. ഇതിനായി സംഘടനാ ഭരണഘടനയിൽ ഭേദഗതി വരുത്തും. ഞങ്ങളുടെ പ്രധാനമായിട്ടും ഭരണഘടനാ ഭേദഗതി ഒന്ന്, ഡിവൈഎഫ്ഐയുടെ എല്ലാ തലങ്ങളിലുള്ള ഘടകങ്ങളിലും ചുരുങ്ങിയത് 20% വനിതാ പ്രാതിനിധ്യം എല്ലാ കമ്മിറ്റികളിലും ഉറപ്പുവരുത്തുക. ഒപ്പം ഭാരവാഹികളിൽ, സെക്രട്ടേറിയറ്റിൽ, എല്ലാ തലങ്ങളിലുമുള്ള സെക്രട്ടേറിയറ്റിൽ ഏറ്റവും ചുരുങ്ങിയത് 2 പേരെങ്കിലും വനിതകളാവണം എന്ന് ഞങ്ങൾ ഭരണഘടനാപരമായി തന്നെ വ്യവസ്ഥ ചെയ്യാനാണ് ഒരു ഭേദഗതി. പുതിയ ഭാരവാഹികളെ ഇന്ന് തിരഞ്ഞെടുക്കും. കേരളത്തിൽ നിന്നുള്ള ടി.എ. മുഹമ്മദ് റിയാസ് സെക്രട്ടറിയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രീതി ശേഖർ പ്രസിഡന്റുമാകാനാണ് സാധ്യത. തുടർന്ന് വൈകുന്നേരം 2 ലക്ഷം പേർ പങ്കെടുക്കുന്ന പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.